നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള ചെടികളെല്ലാം ഇങ്ങോട്ടെടുത്ത് മാറ്റിയേക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കയ്യാല കെട്ടാൻ പോവാന്ന്. അപ്പോൾ അവിടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സേഫായിട്ട് ഇതാ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് എന്തേരം ചെടികളാണെന്ന് നോക്കിയാൽ സേഫായിട്ട് ഞങ്ങൾ വെച്ചേക്കുവാണേ. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറേ നിപ്പുണ്ട് കേട്ടോ. ഇത് ഈ പാത്രത്തിൽ കാണുന്നത് താമരയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നു ഇത് നടുന്നത്. അപ്പോൾ അത് വലുതായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മളതിൻ്റെ മുകളിൽ കുറേ വെള്ളം നിപ്പുണ്ടായിരുന്നു, അത് ഊറ്റി കൊടുത്തേ. അപ്പോൾ ഈ കല്ലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ താഴെ കെട്ടാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇത്രയും കാലം കല്ല്. ഇന്നാണെങ്കിൽ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് എല്ലാവരും പറയണത്. കാരണം മഴയെങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണെല്ലാം കുത്തിയൊലിച്ച് പോകത്തില്ല, അതുകൊണ്ടാണ്. ഈ ഒരു ഭാഗത്തേക്കും കുറേ ചെടികളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ശിവപാർവതിയുടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതിലെ പൂക്കൾ കാണുമ്പോൾ കാണിക്കാതിരിക്കാൻ തോന്നുന്നില്ല. പിന്നെ അതാ കുറേ ഇലച്ചെടികളും അല്ലാത്തതൊക്കെ കുറേ ഈ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്കെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 4 ഭാഗത്തും കല്ല് കുറേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കെട്ടാൻ വേണ്ടി എടുത്തേക്കുവാണേ. അപ്പോൾ കെട്ടെല്ലാം കഴിഞ്ഞിട്ട് വേണം അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം ഒന്ന് അറേഞ്ച്